ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ നീച്ചു കുറച്ച് മുമ്പ് നീച്ചാണ്ട് പല്ലതൊക്കെ തേച്ചു. കുറച്ച് മുമ്പ് മീൻസ് ഒരു 6 മണി 7 മണി ടൈമിൽ ഇത് വീണ്ടും ഇറങ്ങിയാണ്ട് ഇപ്പം നീച്ചണം. പുറത്ത് കണ്ടോ നല്ല മഴയാണ്. ഇപ്പോൾ ഗൈസ് ഇന്ന് സ്കൂളില്ല, മഴ ഉണ്ടല്ല, ഇലക്ഷൻ ആയിട്ട്. അപ്പോൾ കിട്ടിയ പോയത് ഗൈസ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നല്ല രസം. കാരണം സ്കൂളില്ല. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. കണ്ടോ, ഈ ഡ്രസ്സൊക്കെ തുമ്പി നമ്മളെ ഹസ്ബൻഡിന് മുമ്പിലെ കൊണ്ടേക്കില്ല. കണ്ടോ, അതാണുള്ള റൂം. ബ്യൂട്ടി. അപ്പോൾ ഗൈസ് എനിക്ക് പോയി ചായ കുടിക്കണം, ഡ്രസ്സ് മാറ്റണം. നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട് എടുക്കാം. എനിക്കറിയില്ല കേട്ടോ, എനിക്ക് കഴിയുന്ന പോലെ ഞാൻ വീട് എടുത്തിട്ട് തരാം. മൈക്കൊന്നും ഇല്ല കേട്ടോ, വീട്ടിൽ തന്നെ അല്ലേ, എന്തിനും മൈക്ക. ഇന്നത്തെ ക്ലൈമറ്റ് ലൈറ്റ് ഓഫ് ആക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ അതിനെ കയറാം. ഇതുണ്ടോ, ഏട്ടന് വെള്ളം കുടിച്ചാൽ വെള്ളം കുപ്പി, തുമ്പിക്ക് വേറെ ഒന്ന്. അപ്പോൾ ഗൈസ് ഇന്നലെ വരെ താതാൻ്റെ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നെല്ലാവരും പോയി. ഓൾക്ക് സ്കൂളുണ്ട്, ഓൾക്ക് കേട്ടോട്ടൊന്നുമില്ല. അത് പിന്നെ ഇലക്ഷൻ്റെ കാലത്ത് ഇതാണ് എൻ്റെ കോലം. ഞാൻ ലീവ് വെക്കാം. മിക്കവാറും കോമഡിയോ ഇപ്പൊന്നും തട്ടങ്ങനെട്ടുണ്ടോ. ഓ, ഇന്നലെ പൂച്ച കയറി പറഞ്ഞിട്ട് നമ്മൾ കാട്ടിയതാ. ആ ചെറിയ പൂച്ചക്കുട്ടി അത് കയറിയതിൻ്റെ ഇതാണ്. നമ്മൾ ചുറക്കൊന്ന് കുഴച്ച് മറിച്ചിട്ട് എന്താ തട്ടെടു തുമ്പിയ. ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. തട്ടെട് ഇന്നലെ പോയിന് തട്ടടേ. ഓളേ പോയി കണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നേ. 10 ദിവസത്തെ ലീവ് എന്നൊക്കെ പറഞ്ഞോണ്ട് പോയതാണ്. എത്ര വന്നേ നിന്നൂടേനോ. ഇന്റെ എന്ത് ശല്യം. പെരക്കരക്കൊക്കെ ബ്രോസ്റ്റ് ഒക്കെ വാങ്ങിക്കൊടുത്ത്. ഫുൾ മഴ. പിന്നെ ഇതാ ഞങ്ങളെ ഈ നാട്ടിൽ പ്രത്യേകതയാണ്, ഇടക്കിടക്ക് കണ്ടോ പാർട്ടീന്റെ സൗണ്ട് ഉണ്ടോ, ഞാൻ കാട്ടിയതാ. ഫുൾ DJ മോഹൻലാലൊക്കെ പറഞ്ഞോണ്ട് പാട്ട് തരണം. പോയി 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 2 പേരുടെ മുറ്റം. പാർക്കിങ്ങിൽ വണ്ടിയൊന്നുമില്ല, എല്ലാരും പോയിക്കണേ. ഷർട്ട് മാറ്റണം, ചായ കുടിക്കണം. ക്ലിയർ ഉണ്ടാവും കേട്ടോ. ഒന്നാ എന്തറിയോ, മൈൻ്റെ കാർമേഘം കാരണം ഫുള്ളി ഇട്ടാ. അല്ലെങ്കിൽ പിന്നെ ലൈറ്റ് കണ്ടോ, ലൈറ്റ് ഇടണം. കുഴപ്പമില്ലാത്ത ക്ലിയറൊക്കെ ഉണ്ട്. ഓക്കെ, ഇന്ന് അടുക്കള പണി തുമ്പിയാണ്. എന്തേലൊക്കെ പൊട്ടിത്തെറിക്കുണ്ടാവും ഈ ചെറിയ അടുക്കള പണിയില്. എന്റെ ഫ്രിഡ്ജിൽ നിന്നും ഒന്നുമില്ലാത്ത എന്റെ ഡ്രീം ഫ്രിഡ്ജ് എന്തായാലും ഇതിൽ ഫുൾ ഡയറി മിൽക്ക്, ഇതിൽ ഫുൾ കിൻഡർ ജോയ്, ഇതിൽ ഫുൾ കിൻഡർ ജോയ്. അവിടെ കുറച്ച് പെപ്സി, കുറച്ച് കേക്ക്, സാധനങ്ങളൊക്കെയാണ്. പക്ഷെ ഇതിലുണ്ടോ നാരങ്ങ, ഉണക്കമീൻ, ഇറച്ചി, സമൂസോല, ഇതെന്താ ഐസും വെള്ളം. ഇജാണ്ടാക്കിയത് അല്ല, അമ്മ ഉണ്ടാക്കിയത് ഊറ്റാനല്ലേ. അയക്കും വേക്കുണ്ടോ, ഞാനും കഴിക്കാൻ തല്ലേ. അപ്പൊ ഇന്നത്തെ രാവിലത്തെ മന്തി തീർന്നു. രാവിലെ എന്താ ഇന്നലെ ഇതെന്തേനു ഉച്ച 10 മണി ഉച്ചയാണല്ലോ. 10 മണി ആയിട്ടു കേട്ടോ. 10 ഉച്ച. ഓ, ചമ്മന്തി ആൻഡ് ഇഡ്ഡലി ചമ്മന്തി എന്നൊക്കെ ഗുഡലൂരിൽ പറയാ. നല്ല മഴ. അപ്പൊ എല്ലാരും ഇന്നലെ താത്താന്റെ ഗാർഡൻ വ്ലോഗ് കണ്ടിക്കണം. എന്റെ പെരത്തെ ഗാർഡനൊക്കെ ഓള് കാട്ടി തന്നെ. ദാറ്റ് ഈസ് ഇതിന്റെ പേരെന്താ, റംബുട്ടാൻ. പാട്ടുണ്ടോ, DJ പാട്ടുണ്ടോ, കോപ്പറേറ്റ് ഇട്ടോ. ഞാൻ ഞങ്ങളെ കാക്ക എന്നുണ്ടാവും ഇവിടെ. ഹായ് കാക്കോ. നല്ല മഴയായിട്ട് പുറത്തേക്കും പോകാൻ പറ്റില്ല. മിഞ്ഞാന്ന് മറ്റേ അസറുന്റെ ഇബലൊക്കെ പോയി കണ്ട് പാടത്ത് 2-3 മണിക്കൂറായിട്ട് കളിച്ചിട്ട് ഒരു ജലദോഷവും ഇതും. അങ്ങനെ ഞാൻ കുളത്ത് പോയത്. കുളത്ത് കഴിഞ്ഞിട്ട് നേരെ പാടത്തും പോയി. അപ്പൊ അതിന് ശേഷം മൂക്കടഞ്ഞിട്ടും തല കാണിച്ചിട്ടും അമീബ കയറിയാവോ തലയ്ക്ക്. അങ്ങനെയാണ്. ഇതാട്ടോ ഇമ്മാന്റെ ഗാർഡൻ എന്നൊക്കെ പറയുമ്പോ ഉമ്മക്ക് ഇഷ്ടം പോലെ ഉണ്ട്.
ഇഷ്ടംപോലെ അടിത്ത് മൊത്തം മന കാണണം. അപ്പൊ ഞാൻ പിന്നെ ദിവസം കാട്ടിരുന്നത് ഇപ്പത്തെ വ്ളോഗ് എന്താവുന്ന എനിക്കറിയില്ല. കാരണം ഡൈനൽ വ്ളോഗ് എനിക്കറിയില്ല. അതാ ആറ്റിറ്റ്യൂഡ് ഇട്ടാണ്ടാണ് ഇവിടെ പണി എങ്ങനെ വെച്ചാ ഫുൾ സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് ഇട്ടേണ്ട ഒരു പരിപാടി ഇല്ല. കണ്ടോ, സ്റ്റാൻഡേർഡിലാണ് ഇല നുള്ളണതും സ്റ്റാൻഡേർഡിലാണ് പാത്രം മോറണതും അല്ലേ. ചിലപ്പോ പാട്ടൊക്കെ ഇട്ടാണ്ട പാത്രം മോറണം അല്ലേ. പ്രൊഫഷണൽ കുക്കിന് പാത്രം മോറാനേ അറിയുള്ളൂ. ഇതിലൊന്നും ഉണ്ടാക്കണം കണ്ടിട്ടില്ല. ഇതോ ഇത് ഉണ്ടാക്കിയതാ. അയ്യോ, ഇത് ഞാനും പണ്ട് കളിച്ചിനി. ഇമ്മി വേണ്ടി കളിച്ചപ്പോ ഞാൻ കളിച്ചിനി. ഇത് ഞാനും കളിച്ചിനി ഇങ്ങനെ. അമ്മക്കും വെക്കുണ്ടോ ഞാൻ കരുതരാം. ഇതിലാറെ മെച്ചരി ആരി പൊടി ക്യാമറ പൊടി കാട്ടിരി അങ്ങനെ മടക്കിത്താ. ഞാൻ മടക്കി കത്തിങ്ങനെ വെച്ചേരാ. ഇന്നോണ്ട് അമ്മ കരിച്ചിട്ടോ ആണ്. ഇന്ന് ഇമ്മൊന്നും ഇവിടെ ഇല്ല. ഇമ്മ കടയിലാണ്. ഇപ്പൊ സാധനം എടുക്കാൻ പോയി. ഇപ്പൊ ഒരു പ്രൊഫഷണൽ ഗൾഫുകാരനായിരുന്നു. ഇപ്പൊക്ക് ഞങ്ങളെന്നും കാണുന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഇപ്പൊ ഗൾഫ് നിർത്തി അങ്ങോട്ട് വന്ന്. എന്നിട്ട് എന്താട്ടി ഒറ്റ മൈൻഡില് മുമ്പിൽ കടായിട്ട് അല്ലെ. എന്താ സ്നേഹല്ലേ ഓടിയെടുത്ത് ചേതാ. ഇപ്പാണ് ചെറിയ കുട്ടിയാണ്. അപ്പൊ പിന്നെ കാണാൻ ഇനി ഞാൻ ചായ കുടിച്ചിട്ടെ. പാത്രം എടുത്ത് പാത്രം എടുക്ക്. പാത്രം എടുത്താ എന്തിന് എന്നും. പക്ഷെ ഇന്ന് വ്ളോഗിന് വേണ്ടി ഏട്ടത്തമ്മ എടുത്താണ്. എടുക്ക് എടുക്കടേ. പാത്രം എടുക്ക്. പാത്രം എടുത്തോ വെട്ടും ഇരുന്നു. എന്തൊക്കെ അടുക്കുന്നുണ്ട് കോലം. പായം, ചീഞ്ഞ പായം, പാത്രങ്ങൾ. എന്തല്ലേ നല്ല സോപ്പിങ് സ്മൂത്തി ഒക്കെ ഉണ്ടാക്കണോന്ന്. ഈ ഏതറിയോ ഇജല്ലേ പേരെ പോയി. എന്താ വരാൻ കാരണം പറയും. അത് പറയും. ലൈൻ കട്ട് ഗൈസ്. നമ്മൾ തിന്നുമ്പോ നല്ലത് തിന്നണം. അതങ്ങനെയാണ്. എനിക്ക് മാത്രല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ തിന്നെ എന്താ കുഴപ്പം. അപ്പൊ പൗതി ഞാനും പൗതി ഇപ്പി. അപ്പൊ ഗൈസ് ഇതൊക്കെ തിന്ന് കഴിഞ്ഞ് സ്മൂത്തി അടി സ്മൂത്തി ഒക്കെ കൊടുക്കുന്നത് അവിടെ തിരി കാണാം. അപ്പൊ ഗൈസ് നീണ്ട ഒരു തീറ്റയ്ക്ക് ശേഷം നമ്മളെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതാ. നമുക്ക് സ്മൂത്തി അടിക്കാം. അടിക്കുക. നോക്കൂല അപ്പൊ എന്തോണ്ട് മുഖത്ത് മുഖത്ത് മുറിച്ച് എന്തോ കാട്ടി വെച്ചിക്കണം. അപ്പൊ എന്താ മുഖം കാട്ടി തരാതെ ഇങ്ങോട്ട് നോക്കുന്ന. അപ്പൊ ഡൗട്ടിലുള്ള കമന്റ് ചെയ്യാ. എന്താ ഈ പ്രക്രിയ എന്താ. നൂലൊക്കെ ഇട്ടച്ചിക്കണ് സ്വർണ്ണത്തിനുള്ള കൂടെ. എന്തിനാ ഇത് കെട്ടിക്കണേ. നിനക്ക് വേറെ എന്തെങ്കിലും കെട്ടിക്കൂടെ. പൊട്ടത്തി അതിന്റെ ചൊറുക്കട് കളഞ്ഞിങ്ങനെ കണ്ടോ. മഹേന്ദ്ര ബാഹുബലിയായ റസ്ന, സൈനുദ്ദീന്റെ മകനായ റസ്ന. എന്താ ബ്ലെൻഡറിനാ ഉണ്ടാക്കാനില്ല. ഇതാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് കൊടുക്കുന്ന മറ്റൊരു ഡ്രസ്. സീനയില്ലേ ഇന്റെ സെലക്ഷൻ ഒക്കെ സെറ്റല്ലേ. ആരടി ഞാൻ അപ്പൊ ഇതിന് എന്റെ റൂമുകളും ഇതൊക്കെ കാട്ടിയെടുക്കട്ടെ. അന്റെ റൂം ഞാൻ കാട്ടിക്കൊടുത്ത്. ഇന്ത്യ വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇരുട്ടാണ് കാണാൻ പറ്റൂല. അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങളുടെ ഹൈടെക് കണ്ണാട. ദാറ്റ്സ് മൈ ഡാഡ്സ് ക്രിയേഷൻ. ഈ ഡ്രസ് വാങ്ങണം. കണ്ടോ ഒരു ചെറിയ കുഞ്ഞു പൂച്ചക്കുട്ടി ഇവിടെ ഇരുന്നേരാണ് ഇങ്ങനെ ആക്കിയത്. ഇതിന്റെ ഇപ്പൻ്റെ അമ്മക്ക് സ്നേഹത്തിന്റെ വില മനസ്സിലാക്കാൻ വേണ്ടി. എന്താ എൻ്റെ പേര്. കല്യാണം കഴിച്ച് 1 വർഷം കഴിഞ്ഞാൽ ആ ദിവസത്തിന് എന്താ പറയാ, വെഡിങ് ആനിവേഴ്സറിക്ക് ഇപ്പനെ വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ്. ഏതല്ലേ സ്നേഹം. ഇത് പിന്നെ ഒരു തട്ടിയെടുക്കാൻ വേണ്ടി വാങ്ങിയതാ.
ഇവിടെ ഇങ്ങനെ കിടക്ക് തുടങ്ങിയിട്ട് 1-2 വർഷമായി ഇപ്പോൾ ഇപ്പോഴും ഇതിനൊരു അനക്ക് കാണുന്നില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ സ്നേഹം. എന്താ ഉമ്മൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്ത്. ഇത് ഞങ്ങൾ ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റൊക്കെ കിടക്കാൻ കൊടുക്കുന്ന റൂമാണ്. കണ്ടോ എന്താ പിന്നെ അപ്പുറത്ത് ദാറ്റ്സ് മൈ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് ഹൗസ്. എ സി ഒക്കെ ഉണ്ട്. ഏതാ ഞാൻ വെച്ചുകൊടുത്ത് അതൊക്കെ ചൂടാണ്. അറപ്പിടാൻ തട്ടി ഒറ്റ മണിൽ എ സി വെച്ചുകൊടുത്ത്. ഏത് വൈബ്? അംബാനി വൈബ്. എനിക്ക് മാത്രം വെച്ചില്ല, എനിക്കൊരു കൂളറും ഉണ്ട്, ഞാനും ഉണ്ട് ഗൈസ്. പിന്നെ ഞങ്ങളെ സ്റ്റോർ റൂമില്ല, ഓഫീസ് റൂം. ഓഫീസ് റൂമിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഈ സ്വിച്ച് ഇട്ട ലൈറ്റ് എത്തും. അപ്പോൾ ഗൈസ് ഇപ്പുറത്താണ് കട. ഞാനാണേ ഒന്നുമില്ല, വെറുതെ വിളിച്ചാ കണ്ടോ. അതാണ് ഇമ്മാക്ക് എന്തേലും ഇപ്പം അങ്ങോട്ട് പറയാൻ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ടിങ് 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 മുട്ടും. അപ്പം എന്താ മോളെ ഇപ്പം തുമ്പിൽ ചെയ്താണ് മോളിച്ച ഇപ്പം എൻ്റെ ബേബി അങ്ങനെ. അപ്പോൾ ഗൈസ് ഇവിടെ എൻ്റെ ഏട്ടൻ ഒരു വലിയ പഠിപ്പായിരുന്നു. 5+1 +2 അത് ഇൻ്റെയൊന്നും പ്രതീക്ഷിക്കണ്ട. ഇൻ്റെ ഒന്നുമില്ല ഇവിടെ. ഇൻ്റെ താക്കണേ സീന്. എൻ്റെ ഇവിടെ ഒന്നുമില്ലടാ. ഇനി ഉണ്ടോ ഇവിടെ ഒരു പ്ലേ ബട്ടൺ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല. എൻ്റെ മാത്രം ഓൺലി ഉണ്ട് ഗൈസ്. വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എൻ്റെ അമ്മ ഞാൻ വെറുതെ വിളിച്ചത് അപ്പോൾ ഇതിനോട് ഓടി വന്നോ. മോളുണ്ട്. മൈ മാം സാജിദ കക്കാടൻ. 12 മക്കളിൽ വലുത്. ഓ പാട്ടി ഏതാ പാട്ടൊക്കെ. ക്യാമറ തിരിച്ചപ്പോ മുഖം തിരിച്ചതാ കണ്ടേ. അപ്പൊ എന്തുണ്ട് മുഖത്ത്? കേക്ക് കളഞ്ഞല്ലേ? മേക്കപ്പ് ഇട്ട് കാട്ട് കോളേക്കണേ. എന്തോ ഇട്ട് കാണും. വിഷമൊന്നുമില്ലല്ലോ അല്ലേ? അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ചായ എവിടെ പോയി? ചായ എടുക്കടി. എനിക്ക് സ്മൂത്തി വേണം, ചായ വേണം. ഇവിടെ ഇങ്ങനെ അടങ്ങറൊക്കെ ഭയങ്കര സുഖമാണ്. ഉണ്ടോ ഇപ്പൊ ചായ എടുക്കാൻ പോകും. അപ്പൊ നമ്മള് ചായ വേണ്ടാറ്. അല്ലേ വേണ്ട. നമ്മളെ കാക്കു കുടിച്ചു. ബ്ലാക്ക് മാൻ്റെ മാസ്ക് ഒക്കെ നോക്ക്. ആരോ കൊണ്ടുവരാൻ ക്യാൻറ്റീനിലിട്ടാണ്. ഈ സ്മൂത്തിയിലേ തുമ്പിയേ കാരൊക്കെ പച്ചയാണ്. ഇല്ല ഇത് രസമല്ല. ഇത് കുടിച്ച് എന്നിട്ട് പറ. കുടിച്ചാണ്ട് ഇതിന്റെ ഉള്ളത്തെ നിങ്ങൾ പറയും. തുമ്പിന്ന് മയത്താങ്ങാണ്ടോ ഒറ്റ മൈൻഡ്. ഞാൻ കുറച്ച് റംബൂട്ടാൻ മറിച്ചാലോ? അതൊക്കെയാണ് എൻ്റെ വീട്. പറയണ സത്യോ? പിന്നെ എന്റെ പേരത്തെ റംബൂട്ടാൻ ഞാനല്ല. അത് മായ കോടുണ്ടോ? Guys, that's my rambutan. ഇതിൻ്റെ അനുവാദം അവിടെ ആരും തുടരില്ല. ഞാൻ അങ്ങോട്ട് ചാടേണ്ടി വരും. ഞാൻ എന്താ സൂപ്പർമാനോ? പച്ചളി പാമ്പൊക്കെ ഉണ്ടാവും ഇതിന്.
അത് മാണ്ട ഒക്കെ ഇതാ. ഇതാണ് അയൽവാസി. സിനിമാക്ക് എന്താ ഫുൾ കൃഷിപ്പാണ്ട. ഒരു 500 രൂപ കൈ കിട്ടി അടുത്ത ശരിയായിട്ട് പോയി വാങ്ങും. മക്കൾക്കൊന്നും വാങ്ങി തരില്ല. ആ മക്കൾക്ക് തന്നെ കേട്ടോ ഇതൊക്കെ ഇമ്മത് ഉണ്ടാക്കിയോണ്ട് എനിക്ക് തിന്നാ വെച്ചണേ. റംബുട്ടാൻ റംബുട്ടാണ്. പിന്നെ എങ്ങനെ നടന്നു പോയാൽ ഞങ്ങൾ നടവയിലേക്ക് എത്തും. ഇതാ കണ്ടോ, ഇതാണ് ഡ്രാഗൺ. അടിച്ചാത്ത മുറ്റൊന്നും കാട്ടി കൊടുക്കലെന്ന് പറയാം. കണ്ടോ, ഒന്നും അടിച്ചിട്ടില്ല. കണ്ടോ കണ്ടോ, ഇതൊക്കെ തുമ്പിയാണ് ഇതൊക്കെ അടിച്ചു തരണ്ടേ. തുമ്പി ഒന്നും അടിച്ചു തരിട്ടില്ല. കണ്ടോ 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 കണ്ടോ. ഞാൻ എപ്പോഴും പല്ല് വെച്ച് ചായ അടിച്ചു. ഇനി കുളിക്കലൊന്നുമില്ല എന്നാലും. ഓ ഇവിടെ നോക്കി, ഇവിടെ വലിയൊരു ഡബ്ബർ തോട്ടേ. ഇവിടെ ഒക്കെ ഉണ്ട്. എന്താട്ടി കണ്ട് മുറിച്ചാണ്ടാ ഇപ്പൊ നടുവിലൊരിത്. മീനോടെ എന്താ സംതിങ് ഫിഷി. ഓ ഇന്റെ ബഷീറാക്കാൻ, ഞാൻ എപ്പോഴും ബഷീറാക്കാൻ പോയിക്കാരം പണ്ടൊക്കെ. 2 മീന. ഓ രാവിലെ തന്നെ 2 മീന. അപ്പം എന്ത് ബാക്കിയുണ്ടാവും. ഇതാണ് ഞങ്ങളുടെ കോട്ടയം. ഇതാണ് ചിന്തല്ലേ കോലം. നോക്കി ഈ പെരന്റെ ഇത് കോലം നോക്ക്. ഒക്കെ ഒരു കാട് നോക്കി, ഒരു കാട്ടില് ഒക്കെ ഉണ്ട്. ഫുൾ കാടും പന്തലും. ഓ ഇതൊക്കെ അടി കയറ്റി ഞങ്ങളുടെ കാടാണ്, ഉമ്മാന്റെ കാടാണ്. ആ കിളികളൊക്കെ ഉണ്ടല്ലോ. ആ അതാണ് ഞങ്ങളെ കാക്കു. എല്ലായിടത്തും ഉണ്ടാണ് കാക്കു. ഇതാണ് എൻ്റെ കൊച്ചു വീട്, കൊച്ചു വലിയ വീട്. റംബുട്ടാൻ അറിയാത്ത ആൾക്കാർക്ക് വന്ന ക്യാമറ താത്തും ചെറിയൊരു വണ്ടിയുണ്ട്. ഇനി ഓ ഞങ്ങൾ പണ്ടത്തെ വണ്ടി ഉണ്ട് ഞങ്ങളുടെ വണ്ടി. ഇനി ഞാൻ വലുതായിട്ട് കുറച്ചായിട്ട് സാധനം വാങ്ങും. സെറ്റപ്പ് നോക്കും. ബോക്സർ ഗൈസ്. ഇതെന്ത് കൂടേനു, ഇത് പണ്ടൊരു കാടക്കൂടേനു. ഇപ്പൊ കണ്ടു ഇപ്പൊ വീട്ടിലത്തെ എല്ലാ സാധനങ്ങളും വെക്കുന്നൊരു കൂടായി. സാധനമുണ്ട്. കോണി, കൈക്കോട്ടിന്റെ പൊടി, ഇതങ്ങൾ വേസ്റ്റ്. ഇതാണ് എൻട്രി. ഉമ്മാന്റെ ഫാമൊന്നും ഇപ്പൊ കാണിക്കാൻ പറ്റില്ല കാരണം മഴയാണ്. പഞ്ചും റംബൂട്ടാൻ കുറെ നേരം കയ്യില്. റംബൂട്ടാൻ അങ്ങനെ തന്നെ കാട്ടിത്തരാം. ആ കണ്ടോ പാടത്ത് മിഞ്ഞാന്ന് പാടത്ത് പോയി ഡ്രസ്സ് കണ്ടോ. ഇപ്പൊ ഇവിടെ ഇതാക്കിയേക്കാ, ഒന്നും തിരുമ്പിയിട്ടില്ല. യെസ് ഇതാണ് നാച്ചുറൽ റംബൂട്ടാൻ. എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ നാച്ചുറൽ റംബൂട്ടാൻ. ചെറിയ പുള്ളിൻ്റെലും അടിപൊളിയാണ്. ഇപ്പൊ ഗൈസ് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ എടുക്കാൻ എനിക്കറിയാം. അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ കാര്യങ്ങൾ. ഇനി നേരെ പോകും, കുറച്ച് പീസി കുത്തിർക്കും, സിനിമ കാണും. ഓടി 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 അങ്ങനെയൊക്കെയാണ്. അപ്പം ഞമ്മക്ക് ഏതായാലും എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അപ്പം കാണാം. അല്ലെ ഇനി ഉച്ചക്ക് കാണാം. ബൈ. ഓരോ ദിവസവും ഇങ്ങനെ വോട്ടും ചോദിച്ചു ആൾക്കാർ കേട്ടോ. നോട്ടെ സാധനം നോട്ടെ. ഇതിപ്പോ വരുന്നുണ്ട്. ഇപ്പൊ എത്ര ഉണ്ട് നിങ്ങളടുത്ത് ഒക്കെ പാടായിട്ട്? ഇതിന്റെ മുമ്പ് വേറൊന്നുണ്ടായിരുന്നു നമ്മളടുത്ത്. അവിടെ ഇതാക്കണേ ഇതിങ്ങനെ ഒട്ടിച്ചേക്കണ സാധനം. ആര്യാടൻ സൗകര്യത്തിന്റെ എല്ലായിടത്തും ഉണ്ട്. ഇത് പിന്നെയാ ഗെയ്സ്. ഇപ്പൊ ഞാൻ എപ്പിക് ജോലിയിലേക്ക് പോണത്. ഇപ്പൊ കടലിൽ പോയിക്കണേ. ഞാൻ ഇപ്പൊ ഞാൻ നീച്ചാൻ കാത്തിക്കഴിഞ്ഞ് ഉമ്മ കാത്ത് കയറാം. അപ്പൊ ഞാൻ ഈ കടയിൽ നിന്ന് എന്താ ഞങ്ങൾ കട ഞാൻ കാട്ടിത്തരാം. പക്ഷെ കടയിൽ കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനെ ചെയ്യുന്നുണ്ട്. കട ഒരു 5 മിനിറ്റ് ഇപ്പൊ വരുന്നത് ഞാൻ കടയിൽ കാണാം. ഇതാണ് ഡെയിലി ഡേ ഇൻ മൈ ലൈഫ്. That's our കടയ്ക്കുള്ള വഴി. വീട്ടിൽ തന്നെ കടയ്ക്കുള്ള ഡയറക്റ്റ് വഴി. ഇതാണ് കട. ഇവിടെ പാടില്ല, സീനൊന്നുമില്ല. കണ്ടോ, ഇത് ആരും കടലൊക്കാൻ വേണ്ടി ഉമ്മാൻ്റെ എപ്പിക്ക് ലോക്കാണ്. ഇതിങ്ങനെ ഓപ്പൺ ആക്കാം, അപ്പോൾ ഇത് തുറക്കും. അതിങ്ങനെ പോവാ. കണ്ടോ
ക്യാമറ ഉണ്ട്, ഫുൾ എഫിഷ്യൻസി സാധനങ്ങളാണ് കണ്ടോ. പൈസൻ്റെ അവിടെ ഒരു ക്യാമറ, അവിടെ എനിക്ക് ഉറപ്പെടുക്കാൻ പറ്റില്ല. ഐസ്ക്രീമിൻ്റെ അവിടെ ക്യാമറ, അത് പിന്നെ സീനില്ല, ഐസ്ക്രീം നമുക്ക് എടുത്ത് പോക്കറ്റ് ഇടാം. എന്നാൽ പിന്നെ പുറത്തും പിന്നെ രാത്രി എപ്പോഴാണ് വരുന്ന അതിനൊരു ക്യാമറ. പിന്നെ നല്ല വിശ്വാസമുണ്ട്, എല്ലായിടത്തും ക്യാമറ വെച്ചാണ്. എന്താണ് അതിൻ്റെ പ്രശ്നം? മുതലാളിയാണ് കൊച്ചു മുതലാളി. ഞാൻ സീറ്റിൽ ഇങ്ങനെ കാലും കാലമൊക്കെ കയറ്റി ചെയ്യണം ഇരിക്കും. വേണ്ടി പോലെ വലിച്ച ഒരു പൈസ ഒക്കെ അപ്പുറത്ത് വെച്ചിങ്ങനെ ഒരു 500 കട്ടൊക്കെ എടുക്കുക, പോക്കറ്റിൽ ഇടുക, പിന്നെ പോവുക. അതൊക്കെയാണ് ഒരു ലക്ഷറി ലൈഫ് അല്ലേട്ടാ. പിന്നെ നമുക്ക് വേണ്ടി എന്താ കണ്ടോ, ഒക്കെ ലേസ് വേണമെങ്കിൽ 2 ലേസ് ഒക്കെ എടുക്കുക കണ്ടോ. ഒക്കെ നമ്മളെ കൈ കീഴറുന്നുണ്ട്. ഇതാണ് നമ്മളെ. പിന്നെ കുറച്ച് കഴിഞ്ഞല്ല പരിപാടി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോ വോട്ടർമാർ വരും. എത്ര വയസ്സായി, അപ്പോൾ ഈ വർഷം വോട്ടിങ്ങിൽ അറിയുമ്പോൾ 6 വർഷം എന്തായാലും 6 പറഞ്ഞ് പോവും. വോട്ട് നമുക്ക് 18 കണ്ടോ. അടുത്തതാണ് നമ്മുടെ ആര്യാണ ഷൗക്കത്ത്. എല്ലാവരും ഉണ്ട്, എല്ലാ വോട്ടർമാരും ഉണ്ട് കണ്ടോ. ഇവിടെ ഒരു വ്ളോഗർ സൗദം കേട്ടോ. ഹായ്, ഏത് ക്യാമറ? ഹായ്. അതാണ് നമുക്കിപ്പോൾ ഒരാഴ്ച ഐസ്ക്രീം ഒന്നും ഉണ്ടാ എന്താ തിന്നാ മൂടില്ല തിന്നാൻ. ഇതിപ്പോൾ സ്വന്തം കടയിലാവേണ്ടി ഒക്കെ തിന്ന് മടുത്തിട്ട് ഇപ്പം മൂടില്ലൊന്നും തിന്നാം ആ അവസ്ഥയാണ്. ഇവിടെ ഇന്ന നല്ല വിശ്വാസമുണ്ട്, എനിക്ക് വില ഒന്നും അറിയില്ല. അപ്പോൾ എന്തായി, ഇവിടെ വില ചെയ്തും എല്ലാത്തിലും വില ചെയ്ത് തരും. എന്നിട്ട് എന്നെ നിർത്തിപ്പോവും. അപ്പോൾ വില അറിയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒക്കെ വില ചെയ്ത് വെച്ചിട്ടുണ്ടോ, അത് നോക്കി കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ കടയിലാക്കി ഒരിട്ട് പോകും. ഇതാണ്. ഇനിയിപ്പോൾ എത്ര ബോറടിച്ചാലും ഞാൻ എന്തായിട്ടും ഇവിടെ വന്നുകൊണ്ടിരിക്കും. ആട്ടെ വൈബ് അടുത്തരാം. നമ്മളെ കടൻ്റെ ഞങ്ങളുടെ കട ഇവിടെ കണ്ടോ, തോടുണ്ട് ഭയങ്കര കണ്ടോ. എന്തൊരു ബ്യൂട്ടിയാണ്, വിഷ്വൽ ബ്യൂട്ടി. നിങ്ങളുടെ നാട് എന്തൊരു രസമല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ നാട്. അപ്പം ഇനി ഏതായാലും ആദ്യത്തെ കതിര് കാണാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതാണ് എല്ലാ വല്യപ്പന്മാരും വന്നാണ്ട് സ്വരാജ് ജയിക്കും, ആര്യാടൻ ജയിക്കും, മറ്റും ജയിക്കും പറഞ്ഞാണ്ട് തല്ലിവിടുന്ന സ്ഥലം. അടിപൊളി സ്ഥലമാണ്. ഇതാ ഓട്ടോയൊക്കെ വരുന്ന ആൾക്കാർ 1 2 അതൊക്കെയാണ് ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത. കണ്ടോ, ഈ നാടാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് വീടെടുക്കാം, ആരൊന്നും പറയില്ല. അപ്പോൾ അടുത്തിട്ട് കാണാം. ഞാൻ നിന്നപ്പോൾ കണ്ടോ കുറേ സാധനങ്ങളും കിട്ടി. 1 2 3 റിബൺ കിട്ടി. ഇതാ കുടിച്ചോളി. പിന്നെ ഇരിക്കണേ എൻ്റെ ഒരു സെൻറ്റാത്ത തന്നു. ആരാണ്? സോദി ചേച്ചി. എന്റെ ഫാന അല്ല, എന്നെ യൂട്യൂബ് കണ്ടു കേട്ടോ, നല്ല രസം പറഞ്ഞു. അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് ഞാൻ വിടാ. ഈ ഫോണിൽ ചാർജ് കഴിഞ്ഞു. ഇപ്പൊ വരുന്ന വിഷ്വൽസ് അടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ, മായ മായ മയ ഉമ്മാൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഉമ്മ ഫ്രീ ആയി, ഉമ്മ കടലിലേക്ക്. ഇതാണ് ഞങ്ങളെ കിളിക്കുന്നത്. ഇതിലൊക്കെ പാമ്പുണ്ടാവും. അപ്പോൾ കുറെ നേരം ലൈൻ കട്ട് ഉച്ചക്ക് വരെ എന്നൊക്കെ പറയും. അതിക്ക് വ്ളോഗ് എടുക്കാൻ അറിയാത്തോണ്ടാ അങ്ങനെ ഇടക്ക് വരും. അവിടെ മൂത്തമ്മ അങ്ങനെ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. 12 Pro Max ചാർജ് ഇല്ല. വീട്ടിലേക്ക് വാങ്ങിയ ഫോണിൽ ചാർജ് ഇല്ല കണ്ടാ. അപ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ടില്ലേ, ഡ്രസ്സ് മാറ്റണം ഡ്രസ്സ് മാറ്റിയില്ല. അപ്പം ഇനി ഉച്ചക്കല്ല കുറച്ച് കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഏതായാലും ഡ്രസ്സൊക്കെ മാറ്റി സെറ്റ് ചെയ്തിട്ട് കാണാം. ചാർജ് ചെയ്യട്ടെ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് പെട്ടെന്നുണ്ടായ യാത്രയിൽ വീട്ടിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി ഇവരൊപ്പം കയറിയാണ്, കപ്പിൾസിലൊപ്പം കയറിയാണ്. അനക്ക് എമ്മക്ക് ഉണ്ടാക്കും. ഞങ്ങളെ പ്രൊഫഷണൽ പൂക്കിയായ നിഹാലിക്കാൻ കിട്ടി. ഒരു പടിയിലായിട്ട് ബോറടിച്ചിരുന്നപ്പോഴേ രക്ഷകരായി വന്നു. അതെ, ഇത് ഞാൻ വരുന്ന പുറത്തിറങ്ങി ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ഫുള്ള് വീട്ടിൽ നിന്ന് വേണ്ടിയിരുന്നു. അപ്പോഴാണ് ക്ലിയർ പോയടാ. ഞാൻ എന്ത് പറയണ്ടേ പാർട്ടി പറഞ്ഞ മുർഷിദ കോൺഗ്രസ് ഡ്യൂട്ടി ഇരിക്കോ ഫിഫിലും ബൂത്തിന്റെ അവിടെ ഉണ്ട്. ഞങ്ങളെയൊക്കെ അങ്ങനെ ബൂത്തിനെ കുത്തിച്ചണേ. ഞാൻ കേക്കിട്ട് ഞാൻ
ഞാന് ഫുള്ള് വല്യമാരെ മുക്കിട്ട് കൊണ്ടു. അപ്പൊ സ്റ്റാമ്പ് ജൂമിൽ പോയാണ്ട് സാധനമൊക്കെ വാങ്ങിയിട്ട് അവിടെ എടുക്കണം. അല്ലെങ്കിൽ ഈ വീഡിയോ ലോങ് ആവും. കാരണം ടൈം മൈ ലൈഫ് വ്ളോഗാണ്. ഇത് ശരിക്കും ഡേ ഇൻ മൈ ലൈഫ് ഇന്റേതാ. തിരുമ്പിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു പറത്തിട്ട് ചാടിയപ്പോ ഒരുങ്ങാൻ പോലെ സാധനം ഒന്ന് പട്ടിഷോ 100 കണ്ടോ. ഇതിനും വേണ്ട ഇത്രയും വലിയ സാധനത്തെ ചേട്ടനെ വീഡിയോ നോക്കിയപ്പോ വേണ്ട എന്തെടുത്തു ഏതൊരു ഡയലോഗ് തന്നെ ഷർട്ട് ചെരുപ്പിന്റെ വേണ്ടി എന്റെ കാക്ക അതല്ല മറ്റെടുക്കാം നീലെടുക്കാം. അതാണ് കൂളിങ്. ഇല്ല കൂളിംഗ് അതാണ്. ഈ കുപ്പായിട്ടപ്പോ ഇത് കണ്ടില്ലടി നോക്കി. ഈ കുപ്പായിട്ടപ്പോ ഇത് കണ്ടില്ല. അടിപൊളിയിൽ കാണണ്ട. ഇന്നലെ പായസം കുടിച്ചതാ. കണ്ടോ സാധനം 3 പട്ടിച്ചോ 100. അതിനല്ല അത് നമ്മളടുത്തില്ല. വീഡിയോ നോക്കിയപ്പോ ഫുള്ള് ഇനി പൈസ വേണ്ടേ മറ്റേ ഏതല്ലേ ഇതുവരെ ചേർത്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സെറ്റാ കാര്യം ഞാൻ തേക്കലുണ്ട്. ഞങ്ങളുടെ തേക്കലേ ഈ കുളിച്ചില്ലാണ്ട് ഞങ്ങളിവിടെ കുളിക്കുന്ന ആൾക്കാരുണ്ട്. ഒക്കെ എന്തോ പറ്റിനായിരുന്നു. ഞങ്ങൾ യൂസ് ചെയ്യുന്നതാ ഇത് ഫേസ് വാഷ്. എന്തിലൊക്കെ കുളിക്കുമ്പോ തേക്കും. 2, 3, 4 ഇത് കൈ പിടിച്ചാ പോലും ഇത്ര സാധനത്തെ വെറുതെ ഇന്നോട്ട് ഇതെന്തിനാ എന്താ വെറുതെ ഇത് എടുക്കണ്ടോ. അതൊക്കെ വെറുതെ കണ്ടോ പൊട്ടിച്ചിട്ടില്ല. പൊട്ടിച്ച് യൂസ് ചെയ്ത് കുറച്ചുള്ളൂ. ഇവിടുന്ന് പുറത്ത് കടന്നില്ല. 500 റുപ്യന്റെ സാധനം വാങ്ങാൻ വന്നതാ. വാങ്ങി നോക്കി. ആ ജിമിക്ക എന്റെ ജിമിക്ക എവിടെ ജിമിക്കടെ ആക്കണേ. അത് കിട്ടൂലല്ലോ. അത് വിളിച്ചോട്ടെ. ഓ ജിമിക്ക വിളിച്ചോട്ടെ. ഹേ സിരി കോൾ ജിമിക്ക. വേണ്ട വേണ്ട കേട്ടോ ജിമിക്ക. ഈ പ്രൈസ് നിങ്ങളുണ്ടാണ്ടേ. കക്കാടംപോയിലോ ഞാനല്ല. നമുക്ക് ജീപ്പ് എന്തെങ്കിലും കിട്ടും നിങ്ങളെ പരിപാടിക്ക് പോവാം. ഓലൊക്കെ പോയി പരിപാടിക്ക് നിലമ്പൂർ പോയിട്ട് പോകല്ലേ. കൊണ്ടിടും ജിമ്മിക്ക് ഐസ്ക്രീം ഞാൻ വരണോ. ഞാൻ പോയി പിന്നെ അവിടെ ഉണ്ട് പോയി പോ. ഒറ്റക്ക കൊച്ചി പോവാ. കക്കാണ് വരുവാ. ശരി എന്നാ ഒരു കക്കാണ് വരുവാ. നമ്മള് കൊണ്ടോ വിട്ടാലോ. ഇത് കുടിച്ചല്ലേ. ഒന്നിന്റെ എന്നാട്ടോ ഒന്നിന്റെ എന്നാ പച്ച എനിക്ക് തരും. ഏതായാലും ഇതൊക്കെ തിന്ന് എല്ലാവരും കക്കാടുമ്പോ ഒരു ഒറ്റമേറ്റ് പോവാൻ അങ്ങനെ ഉള്ള എന്ത് പറയട്ടെ. നിലമ്പൂരങ്ങാടി ഫുൾ ബ്ലോക്കാണ്. എവിടുന്നേക്ക് ആൾക്കാർ വരുന്ന അറിയോ. പോലീസ് മാമന്മാരൊക്കെ നോക്ക്. ഇവിടെ തിന്നു തന്നെ ഇക്കോ ഫിഫിനും ബൂത്തിന്റെ അവിടെ നിൽക്കണ NS പരിപാടി ഇട്ടിട്ട് ഞങ്ങൾ അതിന്റെ ചർച്ചയല്ല. കള്ളവോട്ട് എങ്ങനെ ചെയ്യാം അല്ലേ. നല്ല ചർച്ച. ഈ പാട്ടിനെ കോപ്പിട്ടോ പട്ടള കണ്ടോ. പട്ടളക്കാരെ വീട്ടിൽ വെടിട്ടോ. മുർച്ചിന്റെ ടീംസ് ആരെയിലേക്കോളി ആരെല്ലാം കളി ജയിച്ചല്ലോ. അപ്പൊ കാണാം. ഞാൻ വേണ്ടേ 2 വേറെ വേറെ കൊണ്ടുണ്ടോ. ഞാൻ
തൊടുന്നില്ല തൊടുന്നില്ല അറിയോ ഫണ്ട് ഗെയിമിൽ അടിച്ചാലും പ്ലാൻ കേട്ടോ. അതിൽ കുപ്പിയൊക്കെ ഉണ്ട്. ലാത്തി പിന്നെ മറ്റേ ഷീൽഡ് ഹെൽമെറ്റ്. വാട്സനുണ്ടോ നോക്കണം മുർഷിദേ. വാട്സനൊക്കെ കൊണ്ട് നോക്കും. ആർട്സിന്റെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു ഭാഗത്ത് BJP, ഒരു ഭാഗത്ത് LDF, ട്രെയിനിങ് എനിക്കുണ്ടോ ചോടാ? എന്തിന് ഇതെന്നോ? ഇത് വായിച്ചിട്ടുണ്ട്, നല്ലതാ. കിൻഡർ ജോയ് ഇട്ടിക്കണേ. കിൻഡർ ജോയ് വൺ പീസ്. ഈ വൺ പീസത്തെ ക്യാരക്ടർ ആരത്? കമന്റ്. ഹെൽമെറ്റില്ലാതെ മേ ഹെൽമെറ്റില്ലാതെ പോലീസുകാർ പോയതോ? കോളേജ് വിട്ടാണ്ടോ നിഹാല്? അത് നോക്കി, അത് ഞാൻ കണ്ട്. എന്ത് നോക്കി? ഫീഫ വിളിക്കണ്ട്. നീ വിളിക്കുന്നു ഗൈസ്. പറടാ. ഹലോ ഹലോ പറയ്. നമ്മളേതാ കൊടുക്കണ്ടേ? 2 ഏതാ സ്കൂള്? 200. അപ്പൊ ഗൈസ് ഈ വർഷത്തെ ബോട്ട് ട്രിപ്പിങ്ങിന് ബൂത്തില് 230 ബൂത്തിൽ ഞാനും ഫിഫും വാളണ്ടിയർ ഉണ്ടാവും. 230ാമത്തെ ബൂത്തില് ഞാൻ ഉണ്ടാവും. എങ്ങോട്ട് വരുന്ന അങ്ങനെ കൂറ്റം പറഞ്ഞേനി. ഏതായാലും ടൈം ലൈഫ് ഉച്ച ഇങ്ങനെയൊക്കെ പോയി ഫുഡൊന്നും കഴിച്ചു. ഹലോ, കുറെ കോളുകൾ വരുന്നുണ്ട്. ഇടക്കിടക്ക് ലൈൻ കട്ടാവാണ്. എനിക്ക് വല്ല പാർട്ടി ചർച്ച ചെയ്യും. അപ്പം ഏതായാലും ഉച്ചത്തെ വ്ളോഗ് അല്ല ഉച്ചക്കത്തെ ടൈം ഇങ്ങനെ പോയി. എല്ലാവർക്കും സ്കൂൾ കണ്ടോ? നമുക്കൊന്നും സ്കൂളില്ല. ഒരു ഓണപ്പൂട്ട് പോവും പോകണം. ഓക്കെ, അപ്പൊ ഇനി ലൈഫ് ഉച്ച ഇങ്ങനെ പോയി. നേരെ നോക്കിപ്പോ അല്ലെങ്കിൽ കുത്തും കൊറേ. ഞാൻ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ കുറച്ച് കുട്ടികളെ ഞാൻ ലൈനാണ് ഇവിടെ തന്നെ താടി വെച്ചൊക്കെ ഇങ്ങനെ കാട്ടണ്ടേ. ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. മുർഷി പറയില്ല. മുർഷി ആദ്യം നോക്കിക്കാണ്. താത്തല ഇവനെ കണ്ണാടിക്കെ താത്ത നിക്ക എനിക്കല്ലേ കളിച്ചാൻ നിക്കല്ലേ. ഗേൾസ് കൊറേ ഉണ്ട്. ഓൾക്ക് കണ്ണ് കണ്ടോ മനസ്സിലാക്കും. അതാണ് എന്റെ ഏട്ടന്റെ കൈവ്. PVC യൂണിഫോം. അപ്പോ ഏതായാലും ഗൈസ് ഞങ്ങൾ വീട്ടിലേക്കാണ്. ഇപ്പൊ മൈസൂർക്ക് കക്കണവരൊക്കെ പോകണ്ടായിരുന്നെ പറ്റിച്ചു. പിന്നെ ഏതായാലും വീട്ടിലെത്തിക്കണം. എത്ര അങ്ങനാണ് സംഭവം ഉണ്ടല്ലോ. മറ്റേ മെഷീനൊക്കെ ഉണ്ട്. മെഷീൻ കുറെ ഉണ്ടല്ലോ. മെഷീൻ കണ്ണാണോ? കണ്ണാപ്പി കണ്ണാടൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ നിറച്ച ആൾക്കാരാ. ന്യൂസൊക്കെ എങ്ങനെ പോലെ ഇതാവണ്. ഏതത് ഓരോരുത്തരും മോട്ടറാക്കി ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവർ നല്ല രസം കാണാനിത്. മറ്റേ എടാ മുറിച്ചത് ഇവിടെ പോയാലോ? വൈക്കട പോയി നമ്മളെ റാലി ഇങ്ങനെ കണ്ടിട്ടാണ് വരാം. വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. വണ്ടിയിലൊക്കെ ഭയങ്കര ടാസ്ക് കേട്ടോ. എന്തത് കൊറേ സാധനം വാങ്ങി ഒക്കെ തിന്ന് തീർക്കും. വീട്ടിലെത്തി. ഇനി ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ കഴിച്ച് അടുത്ത ഷോട്ടിലാണ്. അങ്ങനെ ഒരു നീണ്ട ഉറക്കം കഴിഞ്ഞു. നീച്ചിനെപ്പോഴാ കഞ്ചാവ് അടിച്ച മാതിരി കണ്ണൊക്കെ ചോന്തു. ആരാ എന്താണ്? ചെക്കൻ പേടിച്ചു.
നീ പോലെ പോയടാ ഉറക്കെ നീച്ച് നേരെ കണിയേണ്ടതായിനെ ഇതാ പോണേ ആ സ്കൂളൊക്കെ കിട്ടുന്നുണ്ടാ സ്കൂളിലൊക്കെ ഇതാ പോണേ സ്കൂളുണ്ടല്ലേ ലൈഫ് വളരെ ഒരു മൂഞ്ചിലായിരുന്നു ഞാൻ മൈ ലൈഫ് ഇംപ്ലൈസ് നിർത്തുകയാണ് എന്തൊക്കെയാ നടന്ന് നിൽക്കൂലറിയില്ല രാത്രി ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടാവും ബട്ട് അതൊന്നും ഒന്നാമത് ഉറങ്ങി കഴിച്ചുമ്പോൾ നോക്കി കണ്ണൊക്കെ ആകെ ചോന്ത് കഞ്ചാവ് അടിച്ച് മരിയാണ് ഇതാണ് ഉറങ്ങിയപ്പോൾ നീച്ചുമ്പോൾ ചപ്പ അതും എങ്ങനെയാണ് ഉറങ്ങിയതാവും മായും പിന്നെ ഇടക്കിടക്ക് ഓരോ പാർട്ടി പാട്ടും ഇതൊക്കെ കേട്ടാണ്ട് ഇതിൻ്റെയൊക്കെ ചത്ത് കടന്നുറങ്ങിയാണ് വീടൊക്കെ നിശബ്ദതയായി മാറി ഇല്ലാണ്ട് ഒന്നര ഉറങ്ങിയാണ് എൻ്റെ കൂടെ നോക്കി ആരില്ലാത്ത താത്താൻ്റെ കുട്ടികളില്ലെങ്കിൽ വീടിൻ്റെ അകത്ത് ഇക്കോണയുടെ ഫുഡ് എത്തിച്ചാണ് ഉറങ്ങിക്കണേ വേറെ മോതിരം 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 ബീഫ് വരട്ടിയതും പാത്രം എടുക്കാൻ മറന്നു ഇൻഡോമി ഫാമിലിന്ന് എസ്പെഷ്യലി ഞങ്ങൾ വാങ്ങിയതാണ് അതങ്ങനെ പാത്രമൊക്കെ ഞാൻ എടുക്കണം ചോറൊക്കെ ഇപ്പൊ ചോറ് എടുത്തരുണ്ട് മാ ആ വളമ്പി തരി വളമ്പി തരി നീച്ചു വന്നു ഇതാ ഇപ്പൊ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വെച്ച് നിർത്തുകയാണ് ഉച്ചക്കത്തെ ഫുഡ് നാളെ കഴിച്ചു അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഡേ മൈ ലൈഫ് അല്ല ഡേ ഇൻ മൈ ലൈഫ് ഗൈസ് നല്ലൊരു ഡേ ഇൻ മൈ ലൈഫിൽ എല്ലാവരും എല്ലാം ഒരു വീഡിയോ എടുക്കാം അപ്പം അടിപൊളിക്കാം മുരിങ്ങ പരിപ്പ് തോരൻ പോണ ചേനക്കറി ഫുൾ പച്ചക്കറി എന്തും പച്ചക്കറി അല്ലേ തോരന് താളിപ്പ് എന്തത് ഫുള്ളല്ല താളിപ്പ് ആ പരിപ്പ് മുരിങ്ങ എന്തത് ബീഫിലാണ്ടോ ഞങ്ങളെ ബീഫിന്റെ പ്രത്യേകത വാലെടുക്കാനുള്ള കരിയേപ്പിലുണ്ട് അപ്പൊ ഗൈസ് ഇന്നത്തെ ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ഇനി വരുന്ന ഡേ ഇൻ മൈ ലൈഫ് ഫുൾ എടുക്കാം ഇതെന്താ ഒരു മൂഡിലെടുക്കാൻ 4 മണിക്കല്ലേ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കണേ 4 മണിക്ക് അപ്പോൾ അടുത്ത ഡേ ഇൻ മൈ ലൈഫിൽ കാണാം അല്ല അടുത്ത വ്ളോഗിൽ കാണാം